കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സെറ്റ് എന്താ തന്നിട്ടുള്ളത്? സെറ്റ് 1 2 3 4 5 6. പിന്നെ റിലേഷൻ എങ്ങനെയാണ്? ഓർഡേഡ് പെയർ എക്സ് വൈ റിലേഷനിൽ വരണമെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താ? വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. y is divisible by x. ഇതിൻ്റെ മീനിങ് എന്താ? ഡിവിസിബിൾ പറയാൻ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹരിക്കുക അല്ലേ. ഇപ്പം ഡിവിസിബിൾ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ വൈനെ എക്സ് വെച്ച് ഹരിക്കാൻ പറ്റും. ബൈ എക്സ് അല്ലേ. അപ്പോൾ വൈനെ എക്സ് വെച്ച് ഹരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു നമ്പറിനെ ഒരു നമ്പർ വെച്ച് ഹരിക്കാൻ പറ്റിച്ച് നമുക്കൊരു കോഷ്യൻ്റ് കിട്ടും അല്ലേ. ഇപ്പം ഞാൻ അതിന് കെ നിർത്തും. ഇപ്പം ഫോർ എക്സാമ്പിൾ വൈ 4 എടുത്തു, എക്സിന് 2 എടുത്തു. 2 വെച്ച് 4 ഹരിക്കാൻ പറ്റില്ല, നമുക്ക് ആൻസറും കിട്ടും അല്ലേ. ഇത് കോഷ്യൻ്റ് അല്ലേ. ആൻസർ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് വൈ എക്സ് വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ഈക്വൽ ടു കെ എന്ന് എഴുതാം. കെ എന്നോ ക്യൂന്നോ എന്ത് വേണമെങ്കിൽ എഴുതാം, ഒരു നമ്പർ കിട്ടും അല്ലേ. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് കെ എന്ന് എഴുതാം. ഇതിൻ്റെ മീനിങ് എന്താ? എക്സിൻ്റെ മൾട്ടിപ്പിൾ ആണ് വൈ അല്ലേ. വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എക്സ്. എക്സിൻ്റെ മൾട്ടിപ്പിൾ ആണ് വൈ. മനസ്സിലായോ? അപ്പോൾ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ 1 റിലേഷനിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ എന്താ വേണ്ടത്? വൈ അതിലെന്താ? 1 ഈ എക്സിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 1ൻ്റെ മൾട്ടിപ്പിൾ 1 തന്നെ ആയിട്ട് വരില്ലേ. 1 × 1 ചെയ്താൽ 1 വരും. അപ്പോൾ 1 ഉണ്ടാവും. അപ്പോൾ 2 ഉണ്ടാവില്ലേ റിലേഷനിൽ? 2 ഉണ്ടാവും. 2ൻ്റെ മൾട്ടിപ്പിൾ 2 ആണെന്നും പറയാമല്ലോ. 2 × 1 2 അല്ലേ. അപ്പോൾ നമ്മൾ റിലേഷൻ എഴുതുമ്പോൾ അതിൽ ഏതൊക്കെ വരും എലമെൻറ്റ്സ്? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. ഇനി 1 2 വരുമോ? 1 2 വരുമോ? എക്സ് നമ്മൾ 1 എടുക്കുമ്പോൾ ഏതൊക്കെ വരും? വൈ എക്സിൻ്റെ എക്സ് 1 ആണ്. അപ്പോൾ 1ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 2 3 4 ഒക്കെ വരും അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 1 2 വരും, 1 3 വരും, 1 4 വരും, 1 5 വരും, 1 6 വരും. ഇനി 2 വെച്ചിട്ടുള്ളത് 2ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 2 പിന്നെന്താ? 4. അപ്പോൾ 2 4 വരും. പിന്നെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 2 6. വേറെ ഏതെങ്കിലും വരും? ഇല്ല. 3ൻ്റെ എടുക്കുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ മതി അല്ലേ. 1 × 3 3. അപ്പോൾ 3ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 3 തന്നെയാണ്. പിന്നെ അല്ല 1 ആണ് മൾട്ടിപ്പിൾ. പിന്നെ 2 × 3 6. അപ്പോൾ 3 2 എഴുതിക്കൂടെ? 3 2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. എന്താ 1 × 3? 1 ഞാൻ നേരത്തെ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 3ൻ്റെ മൾട്ടിപ്പിൾ ഞാൻ 1 എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണോ? അല്ല, 1 × 3 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 2 × 3 ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ അടുത്തത് ഏതാണ്? 6 ആണ് അല്ലേ. അപ്പോൾ 6 വരും. 3 6. 4ൻ്റെ ഇതിൽ ഏതെങ്കിലും വരുമോ? 4 വരും. പിന്നെ 4 8 ആണ് അടുത്ത് വരുന്നത് അല്ലേ. 2 × 4 8. അപ്പോൾ 4ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 8. പക്ഷേ 8 ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ 5ൻ്റെ വരുമോ? 6ൻ്റെ വരുമോ? ഇല്ല. പിന്നെ ഏതും വരില്ല അല്ലേ. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ റിലേഷനിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്താ? എ ആറിലുണ്ടായിരിക്കണം. ഇവിടെ എല്ലാ എയും ആറിലില്ലേ. എയിലുള്ള എലമെൻറ്റ്സ് 1 2 3 4 5 6. അതിൻ്റെയൊക്കെ 1 1 2 2 3 3 4 4 5 5 6 6 ഉണ്ടല്ലോ. അപ്പോൾ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ ഇവിടുത്തെ എന്താണ്? 1 2 3 4 5 6. ദെർഫോർ എന്ത് പറയാം? റിലേഷൻ ആർ ഈസ് റിഫ്ലക്സീവ്. റിലേഷൻ ആർ റിഫ്ലക്സീവ് ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമെട്രിക് ആവാൻ എന്താ കണ്ടീഷൻ? A1 A2 റിലേഷനിലുണ്ടെങ്കിൽ എന്ത് കൂടെ ഉണ്ടാവണം? A to A1
റിലേഷനിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 1 തിരിച്ചിട്ടാൽ എന്താ 1 1, 2 2 തിരിച്ചിട്ടാൽ എന്താ 2 2. അപ്പോൾ ഇതിൻ്റെയൊക്കെ A1 A2 എന്ത് A1 A2 ആയിട്ട് ഇതൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ A2 A1 എന്താ തിരിച്ചിട്ടാലും തന്നെ വരും. അപ്പോൾ അത് ഇതിലുണ്ട് അല്ലേ. ഇനി 1 2 എടുത്തു, 1 2 ആറിലുണ്ട് എന്ന് എടുത്തു. ഇംപ്ലൈസ് 2 1 ആറിലുണ്ടോ? ഇല്ല. 2 1 ഡസൻ ബിലോങ്സ് ടു R. അപ്പോൾ എന്ത് പറയാം? therefore R ഈസ് നോട്ട് സിമെട്രിക്. ഒന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയാം അല്ലേ. എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ആ റിലേഷനിലുള്ള എല്ലാ നമ്പേഴ്സിനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താ? A1 A2 ആറിലുണ്ട്, A2 A3യും ആറിലുണ്ടെങ്കിൽ, ഇത് രണ്ടും ആറിൽ എടുക്കാനുണ്ടെങ്കിൽ എന്ത് ഉണ്ടാവണം എന്നാണ് പറയേണ്ടത്? A1 A3 ആറിലുണ്ടായിരിക്കണം. അപ്പോൾ 1 2 എടുത്തു, 1 2 എടുക്കാം, 1 2 1 2 എടുത്തു. പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും എടുക്കുക, 2 4 എടുക്കുക. അപ്പോൾ 1 4 ഉണ്ടോ? 1 4 ആറിലുണ്ടോ? ആറിലുണ്ട്. ഇനി നമുക്ക് വേറെ നമ്പർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. 2ൽ വെച്ചിട്ട് അല്ല, എല്ലാ നമ്പറിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. 1 1 എടുക്കുകയാണെന്ന് വെച്ചാൽ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യണത് അടുത്തത് 1 2, പിന്നെ 1 2 ഉണ്ട്. 1 1 എടുത്തു, പിന്നെ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതാ? 1 3. അപ്പോൾ 1 3 ഉണ്ട്. 1 1 1 4 എടുത്താൽ 1 4 തന്നെ ഉണ്ട്. 1 1 1 5 എടുത്താൽ 1 5 ഉണ്ട്. 1 1 1 6 എടുത്താൽ 1 6 ഉണ്ട്. പിന്നെ 2 2 വെച്ചെടുത്ത് 2 2 2 4 എടുത്താൽ 2 4 ഉണ്ട്. 2 2 2 6 എടുത്താൽ 2 6 ഉണ്ട്. പിന്നെ 2 വെച്ചിട്ടുള്ളത് കഴിഞ്ഞില്ലേ. ഇനി 3 3 എടുക്കുമ്പോൾ എന്താ? 3 3 എടുത്താൽ 3 6 തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കി നോക്കാം. 1 6 എടുത്തു, 1 5 എടുത്തു, 1 3 എടുക്കുമ്പോൾ 3 6 രണ്ടും ആറിലുണ്ട്. അപ്പോൾ 1 6 ആറിലുണ്ട് അല്ലേ. 1 2 എടുത്താലും 2 6 എടുക്കുമ്പോൾ 1 6 ആറിലുണ്ട്. പക്ഷെ 1 4 എടുത്ത് നോക്കാം. 1 4 ആറിലുണ്ട്. പിന്നെ 4 വെച്ച് തുടങ്ങണ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എടുക്കാൻ തന്നെ ഇല്ല അല്ലേ. എടുക്കാൻ ഇല്ലെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് A1 A2വും A2 A3യും എടുക്കാൻ കിട്ടിയിട്ടില്ല. A2 A3 ഇവിടെ എടുക്കാൻ കിട്ടിയോ? ഇല്ല. പക്ഷെ അങ്ങനെ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? R ഈസ് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാം. ഇവിടെ എടുക്കാൻ കിട്ടിയാലാണ് ഇപ്പുറത്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെയൊക്കെ നമുക്ക് എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് നോക്കണം. പക്ഷേ ഇവിടെ നോക്കാം. 1 4 എടുക്കുമ്പോൾ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യണതൊന്നും ഇല്ല. 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഏത്? 4 4 ഉണ്ട്. 4 4 മാത്രമേ ഉള്ളൂ. അപ്പോഴും നമുക്ക് എന്താ കിട്ടുക? 1 4 ആറിലുണ്ടെന്ന് കിട്ടി അല്ലേ. അല്ലാതെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ വേറെ എലിമെൻ്റ് ഉണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 1 5 എടുക്കുകയാണെന്ന് വെച്ചാലും 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 5 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഷുവർ അല്ലേ 1 5 എന്തായാലും ആറിലുണ്ട് എന്ന്. പക്ഷെ 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യണ വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്താണ്? R ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്താണ്? റിഫ്ലക്സീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇനി ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ കൂടെ സബ് ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.